സമാധാന കരാർ കരക്കടുത്തില്ല. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന കരാറുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ലോകം ശ്രദ്ധിച്ചത്. അതോടുകൂടി എണ്ണയുടെ വില ചെറിയ രീതിയിലെങ്കിലും കുറയുകയും ചെയ്തു. ഇന്ന് സ്ഥിതി വലിയ വ്യത്യസ്തമായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഥവാ $12 ബില്യൺ ഇറാന് നൽകാനുള്ളത് വിട്ടുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടെടുത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. അത് ഒരുമിച്ച് വേണമെന്ന് ഇറാൻ, ഘട്ടം ഘട്ടമായി നൽകുമെന്ന് അമേരിക്ക വിശ്വാസത്തില്ലെന്ന് ഇറാൻ. അതോടുകൂടി വിഷയവും പ്രശ്നവുമായി ഏറെക്കുറെ ഇതിപ്പോൾ സ്റ്റില്ലടിച്ച് നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ ട്രൂത്തിൽ വളരെ കൃത്യമായിരിക്കുന്ന കുറച്ച് വിവരങ്ങളും പ്രതീക്ഷ ലോകത്തിന് നൽകുന്ന തരത്തിലുമുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ പോസ്റ്റ് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇട്ടിരുന്നത്. അതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമെന്ന് ലോകം വിശ്വസിക്കുകയും ചെയ്തു. നമുക്ക് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എന്താണ് എന്ന് നോക്കാം. അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: ഇറാൻ മസ്റ്റ് അഗ്രി ദാറ്റ് ദേ വിൽ നെവർ ഹാവ് എ ന്യൂക്ലിയർ വീപ്പൺസ് ഓർ ബോംബ്. ദി ഹോർമുസ് സ്ട്രൈറ്റ് must be immediately opened, no tolls for unrestricted shipping traffic in both directions. ഇറാൻ ഒരിക്കലും ആണവായുധമോ ബോംബോ കൈവശം വെക്കില്ലെന്ന് സമ്മതിക്കണം. ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറക്കണം. ഇരു ദിശകളിലേക്കും അനിയന്ത്രിതമായ ഷിപ്പിംഗ് ഗതാഗതത്തിനായി ടോളുകളില്ലാതെ കപ്പലുകൾക്ക് യാത്ര അനുവദിക്കണം. ഓൾ വാട്ടർ മൈൻസ് ബോംബ്സ് ഇഫ് എനി വിൽ ബി ടെർമിനേറ്റഡ്. വി ഹാവ് റിമൂവ്ഡ് ത്രോ detonation numeration such mines with our grade underwater mines sweepers. Iran will complete the immediate removal and or detonation of any mines that are left, which will not be many. ഹോർമുസിലെ മൈനുകൾ ഞങ്ങൾ അണ്ടർ വാട്ടർ സ്വീപ്പർമാരെ ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി ഏതെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ അത് നീക്കം ചെയ്യേണ്ടതാണ്. ഷിപ്സ് കട്ട്സ് ഇൻ ദി സ്ട്രൈറ്റ് ഡ്യൂ ടു അവർ അമേസിംഗ് ആൻഡ് അൺപ്രസിഡന്റഡ് നേവൽ ബ്ലോക്കേഡ് വിച്ച് വിൽ നൗ ബി ലിഫ്റ്റഡ് may start the process of heading homes. Say hello to your wives, husband, parents and family from me, your favorite president. അമേരിക്കയുടെ അഭൂതപൂർവമായ നാവിക ഉപരോധം കാരണം കടലിടുക്കിൽ കുടുങ്ങിപ്പോയ കപ്പൽ ജീവനക്കാർക്ക് ഇനി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഹലോ പറയുക. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റാണ് ഈ അവസരം ഉണ്ടാക്കിയത്. ദി enriched materials, sometimes referred to as nuclear dust, which is buried deep underground with virtually collapses mountains caused by our powerful B-2 bomb attack 11 months ago, sitting on top of it, will be unearthed by the United States. 11 മാസം മുമ്പ് അമേരിക്കയുടെ ബോംബർ ആക്രമണത്താൽ പർവ്വതത്തിൻ്റെ അടിയിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ച ന്യൂക്ലിയർ വസ്തുക്കൾ തങ്ങൾ തകർത്തിട്ടുണ്ട്. ശേഷിക്കുന്നവ ഉണ്ടെങ്കിൽ അത് അമേരിക്കക്ക് കൈമാറേണ്ടതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അത് കുഴിച്ചെടുക്കുന്നതാണ്. നോ മണി വിൽ ബി എക്സ്ചേഞ്ച്ഡ് ആൻഡിൽ ഫർദർ നോട്ടീസ് അതർ ഐറ്റംസ് of far less importance have been agreed to. I will be meeting now in the Situation Room to make a final determination. Thank you for your attention to this matter. President Donald J. Trump. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ പണം കൈമാറ്റം ചെയ്യില്ല. വളരെ കുറഞ്ഞ പ്രാധാന്യമുള്ള മറ്റ് ഇനങ്ങൾക്ക് ധാരണയായിട്ടുണ്ട്. അന്തിമ തീരുമാനമെടുക്കാൻ ഞാനിപ്പോൾ സിറ്റുവേഷൻ റൂമിൽ യോഗം ചേരും. ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി, പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വലിയ പ്രതീക്ഷയായിരുന്നു. ലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം തീരുകയാണല്ലോ. അത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പരാമർശമൊക്കെ അടുത്ത ഭാഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ പോലെയുള്ള, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ തന്നെ പെട്രോളിയത്തിൻ്റെ വില ഒരുപാട് കുതിച്ചു വരുന്നിട്ടുണ്ട്. അതെല്ലാം ഈ സിറ്റുവേഷൻ ഉണ്ടായതാണ്. ആ സിറ്റുവേഷൻ അവസാനിക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്, ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറയുന്ന കാര്യമാണ്, കൃത്രിമമായിരിക്കുന്ന വിവരങ്ങൾ അംഗീകരിക്കുകയില്ല. ഒരുപാട് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഉള്ള കാര്യങ്ങൾ കൃത്യമായ സത്യസന്ധമായ രീതിയിൽ പറയുകയും
പരസ്പരം ബഹുമാനത്തിലൂടെ സംസാരിക്കുന്ന സമയത്ത് മാത്രമേ വിഷയത്തിന് പരിഹാരം ഉണ്ടാവൂ. അല്ലാതെ പൊങ്ങച്ചാരക്കാരെ പോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. 60 ദിവസത്തെ വെടിനിർത്തൽ അല്ലെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമം, ഇതേക്കുറിച്ചൊക്കെ ചർച്ച നടന്നിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ആണവായുധം ഇറാൻ ഉണ്ടാക്കരുത് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കാര്യം ഉറപ്പ് നൽകണം എന്നുള്ളതും ട്രംപ് ഈ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ആണവായുധം ഉണ്ടാക്കില്ല, അത് തങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയല്ല, തങ്ങൾ അതിനെതിരാണ് എന്ന് പല ഘട്ടങ്ങളിലായി ഇറാൻ്റെ ആത്മീയ നേതാവ് തന്നെ ആയത്തുള്ള അലി ഖംനായി ഉള്ള സമയത്ത് അദ്ദേഹവും, അതിനുശേഷം മുജ്തബ അലി ഖംനായി വന്ന സമയത്ത് അദ്ദേഹവും, പിന്നെ ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഇബ്രാഹിം റൈസി മരണപ്പെട്ടു പോയ അദ്ദേഹവും, ഇപ്പോഴത്തെ പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രി സംയുക്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അത് എന്തില്ല, അവർക്കൊരു വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. അത് ആവർത്തിച്ചു കൊണ്ടേ പറയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കൃത്യമായിരിക്കുന്ന കുറേ വിവരങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ക്രോഡീകരിച്ചും കൊണ്ട് പറയാമെന്ന് പറഞ്ഞാൽ അതിനൊന്നും മറുപടി പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത്. യുദ്ധം അവസാനിക്കണം എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു, പക്ഷേ കരാർ വ്യവസ്ഥ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടും കൂടി ഒരിക്കലും ശരിയായില്ല. അമേരിക്കയുടെ നിലപാടിനനുസരിച്ച് തങ്ങൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. തങ്ങൾക്ക് അതിനൊന്നും സമയമല്ല, അതിനൊന്നും ആവശ്യമില്ല. പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ ഉപരോധം പിൻവലിക്കുന്ന സമയത്ത് തന്നെ പ്രശ്നത്തിന് 50% പരിഹാരമായി. പിന്നെ ഹോർമുസ് കടലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കേണ്ട വിഷയം മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാക്കണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഇവരാലുണ്ടായത് ഇവരാൽ തന്നെ നീക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലെടുക്കുക ഒരു സ്വതന്ത്ര പാതയാണ് ഈ യുദ്ധം തുടങ്ങുന്നത് വരെ. അന്താരാഷ്ട്ര പാതയായിട്ട് ഞങ്ങളവിടെ വിലക്കുകയോ തടയുകയോ ചുങ്കം ചുമത്തുകയോ ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല, താല്പര്യമില്ല. പക്ഷേ തങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. വലിയ നാശങ്ങളും നഷ്ടങ്ങളൊക്കെ ഇറാൻ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ ഒന്നുകിൽ നഷ്ടപരിഹാരമായിട്ട് തരണം, അല്ലെങ്കിൽ ഹോർമുസിൽ ഞങ്ങൾ വാങ്ങും, അത് ഞങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമാണ്. ഇതിനൊന്നും ട്രംപ് കൃത്യമായ രീതിയിൽ മറുപടി പറയുന്നില്ല. അപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ തന്നെ പറയുന്ന സമയത്ത് ചില ഭാഗങ്ങളിലൊക്കെ ഒരു ഭീഷണി സ്വരത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ കുഴിച്ചെടുക്കും, അത് കുഴിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ അണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. സമ്പുഷ്ട യുറേനിയം തങ്ങൾ കുഴിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് അങ്ങനെ കുഴിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കേസൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ യുദ്ധത്തിൽ പരാജയപ്പെടണം, യുദ്ധം നടക്കണം, ആ യുദ്ധത്തിൽ അമേരിക്ക അതിന് ആധിപത്യം ഉണ്ടാക്കണം, എല്ലാവരും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇറാഖിൻ്റെ അതേ അവസ്ഥ വരും, അവിടെ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയും വലിയ ലോക സൂപ്പർ ഹീറോ ആയിരിക്കുന്ന അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള തന്ത്രവും ശക്തിയുള്ള ഒരു ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി സുരക്ഷിതമാക്കാനും അവരുടെ IAEA വന്ന് അന്വേഷണം നടത്തുകയാണെങ്കിൽ അവർക്ക് കാണാത്ത രീതിയിൽ സംവിധാനം ഒരുക്കാനും അവർക്ക് സാധിക്കുമെന്ന കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ അതിന് മേലെ കയറിയിട്ട് കളിക്കാനുള്ള ബുദ്ധിയൊന്നും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഊന്നിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു എന്നല്ലാതെ പ്രതീക്ഷകൾ അറ്റുപോയിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാര്യം അവരുടെ പണം വിട്ടുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതോടൊപ്പം തന്നെ അവിടെ സമ്പുഷ്ട യുറേനിയം നശിപ്പിക്കണം എന്നാണ് IAEAയുടെ കൈവശത്തിൽ കൊടുത്ത് നശിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. IAEAയുടെ കൈവശം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നശിക്കുകയോ ഇല്ലേ എന്നുള്ളതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അമേരിക്കയുടെ കൈവശത്തിലേക്കാണ് എത്തുക. IAEA എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ ഏജൻ്റ് ആണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. കാര്യം അവിടേക്ക് അമേരിക്കയും ഇസ്രായേലും ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് ആണവായുധ മേഖലയെ അപ്പാടെ തകർത്ത സമയത്ത് പ്രതിഷേധിക്കുക പോലും ചെയ്യാത്തതും, അത് ചെയ്താൽ അത്തരം പ്രവൃത്തി ചെയ്താൽ ഒരു പക്ഷേ അതിന് ചോർച്ചയോ കാര്യങ്ങളുണ്ടായ വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ രാജ്യത്തിനുണ്ടാകും. ആയതിനാൽ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പോലും പറയാത്ത ടീമാണ് അല്ലെങ്കിൽ ഏജൻസിയാണ് IAEA എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയാമെന്നല്ലാതെ അത് അമേരിക്കയുടെ ചട്ടുകമായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് ആ സമയത്ത് തന്നെ ഇറാൻ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വലിയ വിശ്വാസമില്ല എന്ന് ചുരുക്കം. ഏതായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സമാധാന കരാർ കരക്കടുത്തിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്.